നമസ്കാരം സുഹൃത്തുക്കളെ, മണിയിലേക്ക് സ്വാഗതം. ഇന്ന് ഓഹരി വിപണിയിലുണ്ടായ ചലനങ്ങളാണ് നമ്മൾ നിരീക്ഷിക്കുന്നത്. അടുത്ത കാലത്തായി വിപണിയിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച റിലയൻസ്, IT കമ്പനി ഓഹരികൾ എന്നിവയിൽ കനത്ത വിൽപ്പന സമ്മർദ്ദം പ്രകടമായപ്പോൾ ഇന്ന് വിപണിയിൽ ഇടിവുണ്ടായി. സെൻസെക്സ് 442 പോയിന്റ് അഥവാ 1 പോയിന്റ് ഇടിഞ്ഞ് 38,071 തലത്തിലെത്തി. 4% ഇന്ന് റിലയൻസ് ഇടിഞ്ഞത്. 4.5% നേട്ടത്തോടെ ഇൻഡസിൻഡ് ബാങ്കാണ് മികച്ച പ്രകടനം ഇന്ന് കാഴ്ചവെച്ചത്. നിഫ്റ്റി 98 പോയിന്റ് അഥവാ 0.86% താഴ്ന്ന് 11,203 ക്ലോസ് ചെയ്തു. നിഫ്റ്റിയിൽ ഇന്ന് സമ്മിശ്ര പ്രകടനമായിരുന്നു. നിഫ്റ്റി ഫാർമ സൂചികയാണ് ഏറ്റവും കൂടുതൽ ഇന്ന് ഉയർന്നത്. നിഫ്റ്റി PSU ബാങ്ക് സൂചിക മുന്നേറിയപ്പോൾ നിഫ്റ്റി ഓട്ടോ സൂചിക ഇന്ന് ഇടിഞ്ഞിരുന്നു. ജൂണിൽ അവസാനിച്ച പാദത്തിൽ നഷ്ടം രേഖപ്പെടുത്തിയ മാരുതി സുസുക്കി ഇന്ത്യയ്ക്ക് ഓഹരി 1.6% ഇടിവ് ഇന്നുണ്ടായി. ആഗോള ഓഹരി വിപണികളിലും താഴ്ചയാണ് രേഖപ്പെടുത്തിയത്. എണ്ണവില ഉയർന്നിട്ടുണ്ടായിരുന്നു. ഇനി കേരള കമ്പനികളുടെ പ്രകടനം എടുത്താൽ, കേരള കമ്പനികളിൽ ഓഹരികളിൽ ഇന്ന് സമ്മിശ്ര പ്രകടനം കാഴ്ചവെച്ചു. 1 ഡസനോളം കമ്പനികൾ നഷ്ടത്തിലായിരുന്നു. നീറ്റ ജലാറ്റിനാണ് ശതമാനക്കണക്കിൽ ഇന്ന് കൂടുതൽ നേട്ടമുണ്ടാക്കിയത്. കമ്പനിയുടെ ഓഹരി വില 8% ഉയർന്ന് 129 രൂപയിലെത്തി. ഈസ്റ്റേൺ ട്രേഡ്സും ഹാരിസൺ മലയാളവും ഇന്ന് 4%-ലധികം നേട്ടം രേഖപ്പെടുത്തി. AVT-യാണ് ഇന്ന് കൂടുതൽ നഷ്ടം, 19.67%. കേരള ബാങ്കുകളിൽ CBSE ബാങ്ക് ഒഴികെ മറ്റെല്ലാം നേട്ടത്തിലായിരുന്നു. മണപ്പുറം ഇന്ന് റെഡ് സോണിലായപ്പോൾ മുത്തൂറ്റ് ഫിനാൻസും മുത്തൂറ്റ് ക്യാപിറ്റൽ സർവീസും നേരിയ നേട്ടത്തോടെ ഗ്രീൻ സോണിൽ നിലയുറപ്പിച്ചു. അതേസമയം ഇന്നലെ ഗ്രീൻ സോണിൽ നിലനിന്ന ജിയോജിത്തും JRGയും ഇന്ന് റെഡ് സോണിലേക്ക് പോയി. കൊച്ചിൻ മിനറൽസ്, കൊച്ചിൻ ഷിപ്പ്യാർഡ്, FICT, KAC, പാറ്റ്സ്പിൻ, റസ്വില്ല, വണ്ടർല തുടങ്ങിയവയാണ് നേട്ടമുണ്ടാക്കിയ കേരള കമ്പനികളിൽ ചിലത്. ഇനി നാളെ കയറാൻ സാധ്യതയുള്ള ചില സ്റ്റോക്കുകളും നമ്മളിവിടെ അനലൈസ് ചെയ്യുകയാണ്. മുന്നോട്ടുള്ള വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇതൊരു ആക്യുറേറ്റ് ആയിട്ടുള്ള പ്രഡിക്ഷൻസോ ബാക്കിയുള്ള കാര്യങ്ങളോ ഒന്നുമല്ല. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ സജീവമായി നിൽക്കുന്ന ആൾക്കാരുടെ അഭിപ്രായങ്ങളും മറ്റു കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ട്, ഷെയർ മാർക്കറ്റ് റിലേറ്റഡ് ആയുള്ള ഗ്രൂപ്പുകളിലും അവരുടെ അഭിപ്രായങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും പറയുന്നതും പരിഗണിച്ചുകൊണ്ട് നമ്മൾ അതിനകത്തുനിന്ന് ഷോർട്ട് ചെയ്ത കുറച്ച് കമ്പനികളാണ് ഇനി പറയാൻ പോകുന്നത്. ട്രേഡ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിലൊരു സ്റ്റഡി കമ്പനികളെ പറ്റി നടത്തുക. കമ്പനികളുടെ കഴിഞ്ഞ ട്രാക്ക് റെക്കോർഡ്സും കാര്യങ്ങളും എല്ലാം നോക്കുക. ഇതൊരിക്കലും നിങ്ങൾ ട്രേഡ് ചെയ്യണം എന്നുള്ളൊരു റെക്കമെൻഡേഷൻ ഒന്നുമല്ല, ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ മാത്രമായിട്ട് കണക്കാക്കിയിട്ട് ബാക്കിയുള്ള വീഡിയോകളിൽ കാണുക. സേഫായി ട്രേഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള നാളെ ഷെയർ ട്രേഡിങ്ങിൽ നമുക്ക് ലാഭം കിട്ടാൻ പോകുന്ന ഓഹരികൾ ഏതൊക്കെയാണ്, ഷെയറുകൾ ഏതൊക്കെയാണ്, ഷോർട്ട് സെല്ല് ചെയ്യേണ്ട ഷെയറുകൾ എത്ര രൂപയ്ക്ക് ചെയ്യണം എന്നുള്ളൊരു കുറച്ച് കമ്പനികളുടെ ഡീറ്റെയിൽസ് ഞാൻ മുന്നോട്ട് പറയുന്നതാണ്. അമരാജ ബാറ്ററീസ് ഇന്ന് 678.50 ക്ലോസിംഗ് ചെയ്തത്. ഇന്നത്തെ ഓപ്പൺ പ്രൈസ് 696 രൂപയായിരുന്നു. പ്രീവിയസ് ക്ലോസിംഗ് വന്നത് 692.80. ടുഡേസ് ലോവസ്റ്റ് ആൻഡ് ഹയസ്റ്റ് വരുന്നത്, ടുഡേസ് ലോവസ്റ്റ് 675.10, ഹയസ്റ്റ് വരുന്നത് 701.90. 52 വീക്ക് ഹൈ ആൻഡ് ലോ വരുന്നത് 348.55, 52 വീക്ക് ഹൈ വരുന്നത് 813.85 വരുന്നത്. അമരരാജ ബാറ്ററീസ് നാളെ വാങ്ങാൻ പറ്റുന്നത് 685 വാങ്ങുക. 679 സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് 693 ഫസ്റ്റ് ടാർഗറ്റും 700 സെക്കൻഡ് ടാർഗറ്റും കൊടുക്കുക. അതുപോലെ സെൽ ചെയ്യുന്നതാണെങ്കിൽ ഷോർട്ട് സെൽ ചെയ്യുമ്പോൾ 673 സെൽ ചെയ്യുക. 679 സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ഫസ്റ്റ് ടാർഗറ്റ് 666, സെക്കൻഡ് ടാർഗറ്റ് 660 കൊടുക്കുക. അടുത്തത് വിപ്രോ ലിമിറ്റഡ് ആണ്. ഇന്ന് ക്ലോസിംഗ് ചെയ്തേക്കുന്നത് 777 ഓപ്പൺ പ്രൈസ് വന്നത് 273.80 ഇന്ന് ഓപ്പൺ പ്രൈസ് വന്നത്. പ്രീവിയസ് ക്ലോസിംഗ് 275.45. ടുഡേസ് ലോ ആൻഡ് ഹൈ, ടുഡേസ് ഹൈ വരുന്നത് 278, ലോവസ്റ്റ് വരുന്നത് 272.35. 52 വീക്ക് ഹൈ ആൻഡ് ലോ 159.40, 281.60 വരുന്നത്. വിപ്രോ ലിമിറ്റഡ് നാളെ വാങ്ങാൻ പറ്റുന്ന റേറ്റ് 279 വാങ്ങുക. 277 സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. 281 ഫസ്റ്റ് ടാർഗറ്റും 283 സെക്കൻഡ് ടാർഗറ്റും വയ്ക്കുക. അതുപോലെ ഷോർട്ട് സെല്ല് ചെയ്യുന്നവർ 275 സെല്ല് ചെയ്തതിന് ശേഷം 277 സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. 273 ഫസ്റ്റ് ടാർഗറ്റും 271 സെക്കൻഡ് ടാർഗറ്റും വയ്ക്കുക. അടുത്തത് കോൺഗൂറാണ്. 453.40 വ്യാപാരം അവസാനിപ്പിച്ചത്. ഇന്നത്തെ ഓപ്പൺ റേറ്റ് 455.85. ഹൈ വന്നിട്ട് 464.50, ലോ വന്നിട്ട് 446.75. 52 വീക്ക് ഹൈ വന്നിട്ട്
666 രൂപയും 52 വീക്ക് ലോ വന്നിട്ട് 263.40 വന്നിരിക്കുന്നത്. കോൺകോർ നമുക്ക് നാളെ വാങ്ങാൻ പറ്റുന്ന റേറ്റ് 455 ബൈ ചെയ്യുക. 451 സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് 460 ഫസ്റ്റ് ടാർഗറ്റും 464 സെക്കൻഡ് ടാർഗറ്റും വയ്ക്കുക. ഷോർട്ട് സെല്ല് ചെയ്യുന്നവർ 447 സെൽ ചെയ്ത് 451 സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് 442 ഫസ്റ്റ് ടാർഗറ്റും 438 സെക്കൻഡ് ടാർഗറ്റും വയ്ക്കുക. അടുത്തത് ഗോദ്രേജ് CP ആണ്. 680.15 ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചത്. ഇന്നത്തെ ഓപ്പൺ പ്രൈസ് 667, പ്രീവിയസ് ക്ലോസിംഗ് 677.45 ആണ്. ഇന്നത്തെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള എമൗണ്ട് വന്നേക്കുന്നത് 684.75, ഇന്നത്തെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള എമൗണ്ട് വന്നേക്കുന്നത് 667 ആണ്. 52 വീക്ക് ഹൈ വന്നിട്ട് 772, 52 വീക്ക് ലോ 425.10 ആണ് വന്നേക്കുന്നത്. ഗോദ്രേജ് CP നമുക്ക് നാളെ വാങ്ങാൻ പറ്റുന്നത് 600 ബൈ ചെയ്യുക, 680 സ്റ്റോപ്പ് ലോസ് വയ്ക്കുക, 693 ഫസ്റ്റ് ടാർഗറ്റും 700 സെക്കൻഡ് ടാർഗറ്റും വയ്ക്കുക. അതുപോലെ ഷോർട്ട് സെല്ല് ചെയ്യുന്നവർ 674 സെല്ല് ചെയ്ത് 680 സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് 667 ഫസ്റ്റ് ടാർഗറ്റും 660 സെക്കൻഡ് ടാർഗറ്റും വയ്ക്കുക. വീഡിയോ തരുന്നതിന് മുമ്പ് പ്രത്യേകം പറയട്ടെ, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിലൊന്ന് അനലൈസ് ചെയ്യുക. നിങ്ങളുടെ ഒരു റിസർച്ചും കൂടി അതിനകത്ത് ചെയ്തതിന് ശേഷം മാത്രം ബൈ ചെയ്യുകയും സെയിൽ ചെയ്യുകയും ചെയ്യുക. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇത് കുറച്ച് എക്സ്പെർട്ടായിട്ടുള്ള ആൾക്കാരുടെ ഒപ്പീനിയൻസ് അനുസരിച്ചിട്ട് നമുക്ക് പറയുന്നതാണ്. ഒരിക്കലും സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് ഏതാണ് വരുന്നത്, എങ്ങനെ വാങ്ങാം, എങ്ങനെ പോകാമെന്നൊന്നും നമുക്കൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അവരുടെ എക്സ്പീരിയൻസും അവരവരുടെ ഇതും വെച്ചിട്ടാണ്. മാർക്കറ്റ് റിസ്ക് ഉണ്ട്. അതുകൊണ്ട് നിങ്ങളുടേതായിട്ടുള്ള റിസ്ക് എടുത്തിട്ട് നിങ്ങൾ ചെയ്യുക. മാക്സിമം ഞാൻ ഈ പറഞ്ഞ സ്റ്റോക്കുകളൊന്ന് സ്റ്റഡി ചെയ്യുക. കഴിഞ്ഞ ദിവസത്തെ പെർഫോമൻസ് സ്റ്റഡി ചെയ്യുക. നിങ്ങളുടേതായിട്ടുള്ള തീരുമാനം കൂടെ അതിനകത്ത് എടുത്തതിന് ശേഷം മാത്രം സെല്ല് ചെയ്യുകയോ ബൈ ചെയ്യുകയോ ഷോർട്ട് സെല്ല് ചെയ്യുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. സോ സേഫായിട്ട് സെല്ല് ചെയ്യുക. ഹാപ്പി സെല്ലിംഗ്. നാളെ വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം. ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം കമൻറ്റിലൂടെ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്കും പ്രിയപ്പെട്ടവർക്കും ഈ അറിവ് പകരാനായി ഷെയർ ചെയ്യുക. ഞങ്ങളുടെ കൂടുതൽ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത ദിവസം മറ്റൊരറിവുമായി മണിയൻ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരാം. നന്ദി, നമസ്കാരം.